പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. ആലിമീങ്ങളെ നിന്ദിക്കുന്ന യാതൊരു പാർട്ടിയിലും ഒരിക്കലും പെട്ടുപോകരുത്. ഞാൻ വലിയ നേതാവാകണം അങ്ങനെ വിചാരിക്കരുത്. മോനെ, നീ ബാലാകാൻ നോക്കോ, തലയാകാൻ നോക്കണ്ട. ബാലാകാൻ നോക്കോ, തലയാകാൻ നോക്കണ്ട. എന്റെ മുമ്പ് പറഞ്ഞു, കാരണം വെട്ട ആദ്യം വരുക തലക്ക, ബാലിന് വെട്ടങ്ങനെ വരൂല. അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട, നീ ബാലാകാൻ നോക്കോ. അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇല്ലാത്ത സ്ഥാനമൊന്നും അഭിനയിച്ച് നടക്കാനൊന്നും പോകരുത്. ഉള്ളതുമേലവിടെ നിൽക്കണം, ഉള്ളതുമേലെ നിൽക്കണം. ഇല്ലാത്ത സ്ഥാനം അഭിനയിച്ച് ഞാൻ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനൊന്നും ഒരാളും പോകരുത്. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാല് അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിന് ആരെടുത്തും ഇല്ല, പിന്നല്ലേ ഷെയ്ഖ് എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾ എന്നെങ്കില്ല, ശരിക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഞാൻ വലിയ ആളാണെന്നും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനത് കൂടുതലായി സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്. ഔലിയാക്കൾ ചിലപ്പോ ആരായിരിക്കും എന്നറിയാം നിങ്ങൾ? ഔലിയാക്കൾ ചിലപ്പോ നമ്മളെ വയലിൽ പണിയെടുക്കുന്ന ആളായിരിക്കും. പാടത്ത് പണിയെടുക്കുന്ന എത്രയോ ഔലിയാക്കൾ ഉണ്ടാവും. അതുപോലെ മത്സ്യം വിൽക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും. ഉണ്ടാവോ? ജ്വല്ലറിയിലുള്ള ഔലിയാക്കളോ? മത്സ്യം വിൽക്കുന്ന കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, മത്സ്യം വിൽക്കൽ തെറ്റാ? സുബ്ഹാനല്ലാഹ്, ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരാള് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അതിപ്പോ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉറക്കിൽ സ്വപ്നം കണ്ടിട്ട് ഷെയ്ഖാകുന്ന ചൊല്ലി, സ്വപ്നത്തിൽ ഇനി ഷെയ്ഖായിക്കോ എന്ന് വേറെ ഒരാൾ പറഞ്ഞു. സ്വപ്നത്തിൽ ഷെയ്ഖായി. അല്ല, ഈ കാലഘട്ടത്തിലുള്ള ശരിയായ സൂഫിയല്ല. സൂഫിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ ഇനി ഷെയ്ഖായിക്കോന്നു ഷെയ്ഖാകുന്നുണ്ട്. സ്വപ്നം കാണുന്നവനൊക്കെ ഷെയ്ഖ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പിന്നെ ഷെയ്ഖിന്റെ പണിയാ, എനിക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ എനിക്ക് പണി ഷെയ്ഖിന്റെ പണി. അങ്ങനെ ചില ആൾക്കാർ ഇക്കാലഘട്ടത്തിൽ ശരിയായ ഇതിന് കിട്ടി മഹാന്മാരിൽ നിന്ന് ശൈഖാകാനുള്ള അനുമതി കിട്ടിയവരെ നമ്മൾ കാണുന്നില്ല. ഉറക്കാർക്കുള്ളതല്ല സമ്മതം, ഉറക്കുന്ന കിട്ടേണ്ടതല്ല. അത് വലിയ വലിയ മഹാന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഈ സാവിയത്തിലിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരെ പറ്റി പറയാണ്. ചില സാവിയത്ത് പോയിരിക്കുന്ന ചില ആൾക്കാർ, അവരെ സമ്മതം വജഅലൂലഹും തലാമിദത്തൻ, എന്നിട്ട് അവർ തന്നെ അവർക്ക് കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കി. ഇതിനും ലായിബറത്തബി, അതിനൊരു പരിഗണന ഇല്ലട്ടോ. അതൊക്കെ കിട്ടേണ്ടവരെന്ന് കിട്ടണം. അബ്ദുൽ ഖാദിർ മഹാനവറുകളോട് ചോദിച്ചു, അനിൽ മശായിഖ് അല്ലദീന ഫീ സവായാ ഫീ അസ്രിഹി, മഹാനവറുകളുടെ കാലഘട്ടത്തിൽ സാബിയത്ത് കുത്തിരിക്കുന്ന ചില ആളുകളെ പറ്റി. وعين منهم المصطفي والذاكر هل هم أولياء قال والله أبلدي هؤلاء كلهم لم يسموا طريق الفقراء هؤلاء بعيدون عن المقصود إنما هم فقراء قليل الأدب ولكن الأولياء أصحاب القدم لكن الأولياء أصحاب القدم والذي كثير ഔലിയാക്കൾ ധാരാളുണ്ട് മോനെ. പക്ഷെ അവരാരാന്ന് പറഞ്ഞ ചിലപ്പോ നീ വിചാരിക്കുന്ന ഈ കോപ്പിരാട്ടി കാണിക്കുന്നവരൊന്നുമല്ല. അതിൽ ചിലരെ പറഞ്ഞു കൊടുത്ത് തബ്ബാഖീന, പണി കുക്കിന്റെ പണിയാ, കുക്കിന്റെ പണി എടുക്കുന്ന ഔലിയാക്കള്. ജമാഅത്തിന് സയ്യാത്തീന, ജയ്തണ്ട വെക്കുന്ന ഔലിയാക്കള്. കൂട്ടത്തിൽ ആ മഹാനെയും പറഞ്ഞു കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, ഔലിയാക്കള് ധാരാളം ഉണ്ടാകും. പക്ഷേ അത് കുറെ അഭിനയം കളിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഔലിയാക്കൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഔലിയാക്കൾ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ജോലി ചെയ്യുന്നവരിൽ പലരും ഔലിയാക്കൾ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് നമുക്കങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയൂല. അതുകൊണ്ടാണ് സർവ്വ മുഅ്മിനീങ്ങളെയും ആദരിക്കണമെന്ന് പറഞ്ഞത്. ഔലിയാക്കൾ ഇല്ലെന്ന് പറയരുത്, ഔലിയാക്കളുണ്ട്.
പക്ഷേ ഇന്നത്തെ കാലം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ അതേ ഔലം യദല്ലഹു വസമിയ ഫീ ഖൽവതിഹി ഹാതിബൻ മിൻ ജിന്നിൻ ഔ ശൈത്താനിൻ യദുന്നു അന്നഹു വലിയ്യുൻ ലില്ലാഹ്. ഏതോ ഒരു ശൈത്താനോ ജിന്നോ ഉറക്കിലോ അല്ലാതെയോ ശബ്ദിക്കുന്നത് കേട്ടാൽ അതാ ഞാൻ വലിയ മഹാനായി എന്ന് വിചാരിക്കുന്നവരുണ്ട്. فيجمع له جماعة من العوام من أهل الصناعة وغيرهم فتارة يجلس في بلده وتارة يطوف البلاد ويكلف العباد في هذه الأيام الكدرة النكرة على الخاص والعوام وهو مع هذا يدعي أنه قائم في الخلق مقام نبيه صلى الله عليه وسلم. ഞാൻ നബി തങ്ങളുടെ ഖലീഫയാണെന്ന് വാദിച്ച് സുബ്ഹാനല്ലാഹ് വ്യാജവാദം വാദിച്ച് ശൈഖായി പുതിരുന്ന ഒരുപാട് ആളുകളുണ്ട്. വഖഫാ ബിദാലിക കുഫ്റൻ വജലൻ വസൂഅ അദബ്. അത് കുഫറിനത് മതി, വിവരക്കേടിനത് മതി, അദബ് കേടിനത് മതി. വൈനൽ മഖാമു മിനൽ മഖാം. ശരിയായ സ്ഥാനവും ഇവര സ്ഥാനവും ഇവിടെ. വൈനൽ മലായികത്തു മിനശ് ശയാത്തീൻ. ജനങ്ങളെ പിഴവിലേക്ക് നയിക്കുന്ന ശൈത്താന്മാര് നയിക്കുന്ന ഈ കക്ഷികളും മലക്കുകൾ നയിക്കുന്നവരും പല അംരീ. സത്യം ചെയ്ത് ഞാൻ പറയട്ടെ, ഇന്നൽ ഫലാഹീന വഅഹ്ല സനായി അഹ്സനു ഹാലൻ വഅഖറബു ഇലല്ലാഹി തആല മിൻ ഹൗലാഇൽ മുദ്ദഈൻ. ഞാൻ വലിയ ശൈഖാണെന്ന് വാദിച്ച് നടക്കുന്ന ഇവരെക്കാൾ എത്രയോ നല്ലത് കൃഷി ചെയ്യുന്ന കർഷകരാണ് കേട്ടോ. അതേപോലെ തന്നെ അല്ലാഹുമായി അടുത്തവർ തൊഴിലിന് പോകുന്ന തൊഴിലാളികളാണ് കേട്ടോ. അവരൊക്കെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുകയാണ് കാലമത്രയും. ഈ ശൈഖ് വാദം വാദിക്കുന്നവർ അവരെ കാലം മുഴുവനും സൃഷ്ടികളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആലിമീങ്ങളെ മതിപ്പ് കുറക്കാൻ, ശരീഅത്തിന്റെ നിയമം കളയാൻ, ദീനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ. ലിഅന്നഹും യഖ്സുദൂന ബിഖൽവതിഹിം വറിയാദതിഹിം വദിക്രിഹിം ഫീ ബഅദിൽ അഖ്വാബി ഫീ ബഅദിൽ ഔഖാതി അത്തമയ്യുസ അലൽ ഖൽഖി. അവർ ചിലപ്പോൾ ദിക്ർ ചൊല്ലുന്നതും ചിലപ്പോൾ ആളുകളെ കൂട്ടിച്ചേർക്കുന്നതും അതെല്ലാം ജനങ്ങളിൽ ഞങ്ങൾക്കൊരു മഹത്വമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ്. അവരുദ്ദേശിക്കുന്ന ചില ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഖൽബിൽ ഈമാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഈമാൻ കളയാൻ പോകരുത്. ആ ഈമാൻ നിലനിർത്താൻ ആവശ്യമായ ഇൽമ് പഠിക്കണം, പഠിച്ചവരിൽ നിന്ന് കേൾക്കണം, അത് പ്രാവർത്തികമാക്കണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, കുടുംബബന്ധം ചേർക്കണം, ബാപ്പ ഉമ്മയെ പരിഗണിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, അതുപോലെ കുട്ടികളോട് കാരുണ്യം ചെയ്യണം, പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് ആദരവ് കാണിക്കണം, ആലിമീങ്ങളോട് ബഹുമാനം പ്രകടിപ്പിക്കണം, സയ്യിദന്മാരെ സ്നേഹിക്കണം. അങ്ങനെ ആദാബുകൾ മുഴുവനും പാലിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ്, എല്ലാവരും എന്നെക്കാൾ നല്ലവരാണ്, എല്ലാവരും എന്നെക്കാൾ ഉയർന്നവരാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ചെറിയവനും താഴ്ന്നവനും ഞാനാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം. അപ്പോഴാണ് മനുഷ്യന് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നത്. അബ്ദുൽ ഹബ്ബാസ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം കീശയിൽ കിട്ടാനല്ല, സ്വന്തം തീറ്റി റെഡിയാകാനല്ല, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം മനുഷ്യൻ. ഓ മഹാനായ ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ, രണ്ട് നായകൾ തമ്മിലൊരു സംവാദം നടന്നു. രണ്ട് നായകൾ തമ്മിലൊരു സംവാദം. ഏത് നായ? ഒന്ന് നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന നായ, തെരുവുനായ. തെരുവുനായയും രാജാക്കന്മാര് വേട്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വേട്ടനായയും തമ്മിലൊരു സംവാദം. മഹാനായ അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, എന്തേ ഈ നായകൾ തമ്മിൽ നടന്ന സംവാദം എന്താണ്? قد تناظر قلب السوق وقلب السيد فقال قلب السوق لقلب السيد ما لك لا ترضى بالكسر التي على المزابل مثلي
വതജ്തനിബൽ മുലൂക വൽ ഉമറാ വഅബ്നാ അദ്ദുനിയാ. ഈ തെരുവ് നായ്ക്കൾ ചോദിക്കാണ്, രാജാക്കന്മാര് വേട്ടക്ക് കൊണ്ടുവന്ന നായ്ക്കളോട് ചോദിക്കാണ്, എന്താ നമ്മളെ പോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പെറുക്കി തിന്നാ പോരെ നിനക്കും? നീ രാജാക്കന്മാരെ കൂടെ, അതുപോലെ നേതാക്കന്മാരുടെ കൂടെ, ഗവർണറെ കൂടെ, അതുപോലെ ഈ ദുന്യാവിൽ വലിയ സ്ഥാനമുള്ളവരുടെ കൂടെ നീ എന്തിനാ പോത്? നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഈ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് പെറുക്കി തിന്നാ പോരെ? അപ്പോ ഫഖാല കൽബു സൈദിൽ കൽബു സൂഖ്, തെരുവ് നായയോട് വേട്ടനായന്റെ മറുപടി, അന ഞാന് വൈൻ ഖാലത്തുൽ മുലൂക വഗൈറഹും, ഞാൻ രാജാക്കന്മാരെ കൂടെയും വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെയൊക്കെ ഞാൻ പോവും. വഗൈറഹും ഫഅന മുതഅഫിഫുൻ അമ്മാ ബിയദൈഹിം, പക്ഷേ ഞാൻ ഒരിക്കലും അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കലില്ല. അവരെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ലാ ആകുലു മിൻഹു ശൈഅൻ, അവർക്ക് വേണ്ടി ഞാൻ വേട്ടയാടാൻ പോകും, ഞാൻ വേട്ടയാടി പിടിക്കും. വസ്താദുലഹും ലാ ലിനഫ്സി, ഞാൻ ആ വേട്ടയാടി പിടിക്കുന്നത് എനിക്ക് തിന്നാനല്ല, അവർക്ക് വേണ്ടി വേട്ടക്ക് പോവുകയാണ് ഞാൻ. അത് ഞാൻ വേട്ടയാടിയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ചിലര് ചോദിക്കും, അതെ വലിയ വലിയ ആലിമിയക്ക് അവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്, ഇവിടെ സ്ഥാനം കിട്ടുന്നുണ്ട്. അപ്പൊ ചിലർക്ക് കണ്ണുകടി ഉണ്ടാവും, അവര് ചോദിക്കും. പക്ഷെ ആ ആലിമിയങ്ങൾക്ക് വെറുതെ കിട്ടുകയല്ല. പിന്നെയോ ആ രാജാക്കന്മാരെയും ആ പണക്കാരെയും ഒക്കെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഈമാനും തഖ്വയും പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങൾ. അത് അവർക്ക് കിട്ടാനല്ല, ഇവരെ സ്വർഗത്തിലെത്തിക്കാനാണ്. അതിനാൽ അള്ളമൂനി വഅക്റമൂനി വഖറബൂനി വഅജ്ലസൂനി അലാ ഫിറാസിഹിം വലം യൻദുറൂ ലിഖസാസതി നറൗ ശറഫ ഹിമ്മതി. ഈ വേട്ടനായയുടെ മറുപടിയാണ്. അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചപ്പോ എനിക്ക് കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പിടിച്ചു കൊണ്ടുവരുന്ന വേട്ടമൃഗത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിന്നാൻ വിചാരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അങ്ങനെ ഞാൻ അധ്വാനിച്ചപ്പോൾ അള്ളമോനി, ആ രാജാക്കന്മാരെന്നെ ബഹുമാനിച്ചു. വഅക്റമൂനി, അവരെന്നെ ആദരിച്ചു. വഖറബൂനി, അവരുടെ സമീപത്തേക്ക് എന്നെ വിളിച്ചു. വഅജ്ലസൂനി അലാ ഫിറാശിഹിം, അവരിയ്ക്കുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തി. വലം യൻദുറൂ ലിഖസാസതി, ഞാൻ നായയല്ലേ എന്നുള്ളത് അവർ നോക്കിയില്ല. ഹീന റൗ ശറഫ ഹിമ്മതി, സ്വന്തം കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചപ്പോൾ ആ എൻ്റെ ഹിമ്മത്ത്, എൻ്റെ മനക്കരുത്ത്, ആ മനക്കരുത്ത് അവര് കണ്ടപ്പോൾ അവരതാ എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. ഓ തെരുവ് നായേ, വഅന്തലമ്മാ കുന്ത കഥീറ ശറഹി വൽ ഖൗദി ഫീമാ ബിഐദീഹിം, നിന്റെ പരിപാടി അങ്ങനെയല്ല. അവരെ കയ്യിലുള്ളൊക്കെ നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്, എവിടെ കണ്ടാലും നിനക്ക് കിട്ടണമെന്ന ചിന്തയാണ്. ആ ദുന്യാവിന്റെ ചിന്തയുമായി നീ പോയപ്പോ വലാ തസ്താദു ഇല്ലാ നഫ്സിക, നീ ഒരു സാധനത്തെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ആവശ്യത്തിനാണ്, സമൂഹത്തിന് വേണ്ടിയല്ല, നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനാൽ തറദക്കൽ ഖൽഖു ഇലൽ മസാബിലി വമഖതൂക്, സൃഷ്ടികൾ നിന്നെ അടിച്ചു വാരി വലിച്ചു കൊണ്ടുപോയി ഇടുന്ന അടിക്കാട്ടിന്റെ സ്ഥലത്തേക്ക് നിന്നവരാട്ടിയോടിച്ചു. നിന്റെ ചിന്ത സ്വന്തം ചിന്തയായിപ്പോയി എന്നിങ്ങനെ ആ നായ മറുപടി പറഞ്ഞതായി ഒരു മുനാദറ, ഒരു സംവാദം നായകൾക്കിടയിൽ നടന്നതായി ചിത്രീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, നമ്മളെപ്പോഴും സമൂഹത്തിന് വേണ്ടി ജീവിക്കണം, സമൂഹത്തിന് വേണ്ടി പണിയെടുക്കണം. നമ്മൾ സ്വന്തമായി പഠിക്കണം, അത് സമൂഹത്തിന് വിതരണം ചെയ്യണം. അതിലൂടെ പലരുടെയും ഈമാൻ രക്ഷിക്കണം, പലർക്കും തഖ്വയുണ്ടാകണം. നിസ്കരിക്കാത്തവൻ നിസ്കരിക്കാൻ നോക്കണം, കള്ളുകുടിക്കുന്നവൻ കള്ളുകുടി നിർത്തിക്കിടണം. അതേ ബാപ്പവുമേ പരിഗണിക്കാത്തവൻ ബാപ്പവുമേ ബഹുമാനിക്കുന്നവനാകണം. അതേ കുടുംബബന്ധം മുറിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം. അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവൻ അവൻ അയൽവാസിയെ സ്നേഹിക്കുന്നവനാകണം.
നിർത്തുന്നവനാകണം, സ്വന്തം ഭാര്യയെ ശകാരിക്കുന്നവൻ, ആ പീഡനങ്ങൾ നിർത്തുന്നവനാകണം. അങ്ങനെ തുടങ്ങി ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ് ഭർത്താവിനെ വഞ്ചിക്കാതെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവളാകണം. അങ്ങനെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഇൽമ് പഠിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തത്തിൽ മുൻപല്ല് പൊട്ടിത്തെറിച്ച് ഈ ഇസ്ലാം ദീനിന്റെ ഇൽമു പ്രചരിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനം അത് മുതഅല്ലിമീങ്ങളായ നമ്മൾ കാണിക്കേണ്ടത് ഇൽമു പഠിക്കുന്നതിലുള്ള അധ്വാനത്തിലൂടെയാണ്, പഠനത്തിലൂടെയാണ്, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൂടെയാണ്. അല്ലാഹു തആല ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തം കരുതി ഹബീബ് നബി തങ്ങളുടെ ഉമ്മത്തിന് ഉപകാരം ലഭിക്കുന്ന മുതഅല്ലിമീങ്ങളായി, ആലിമീങ്ങളായി നമ്മെ വളർത്തിത്തരട്ടെ. നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരെ സ്നേഹിക്കുന്നവർ മുഹിബ്ബൻ എന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. സ്നേഹിക്കുന്നവരിൽ നമ്മുടെ ദർസുകളും കോളേജുകളും സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നവരും സഹായിക്കുന്നവരും അല്ലാഹു ആ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ.